സെപ്റ്റംബർ 17 മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിയുടെ തിരുനാൾ ആഘോഷിച്ച് ആഗോളസഭ. AD 1542 ടസ്കനിയിൽ മോന്തെ പുൾസിയാനോ എന്ന സ്ഥലത്ത് ഒരു കുലീന കുടുംബത്തിലാണ് റോബർട്ട് ബെല്ലാർമിൻ ജനിച്ചത്. ഭക്തനും സമർത്ഥനുമായ അദ്ദേഹം തന്റെ യൗവനത്തിൽ സ്ഥലത്തെ ജെസ്യൂട്ട് കോളേജിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം റോമായിൽ ഈശോ സഭയുടെ നോവിഷ്യേറ്റിൽ ചേർന്നു. തത്വശാസ്ത്ര പഠനം കഴിഞ്ഞ് അദ്ദേഹം ഫ്ലോറൻസിലും മോൺട്രിയായിലും പാദുവായിലും അവസാനം ലുവേനിയയിലും പഠിച്ചു. ലുവേനിയയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പാഷണ്ഡതകൾക്കെതിരായി പ്രസംഗിക്കാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. വിശുദ്ധ തോമസ് അക്യൂനസിന്റെ തത്വങ്ങൾ സമൃദ്ധമായി വിനിയോഗിച്ചു. പ്രസാദപരം, സ്വതന്ത്ര മനസ്സ്, പേപ്പൽ അധികാരം എന്നിവയെ സംബന്ധിച്ച പാഷണ്ഡതകളെല്ലാം അദ്ദേഹം സമൃദ്ധമായി നേരിട്ടു. ഈ വാദപ്രതിവാദങ്ങളിലുണ്ടായ വിജയം പരിഗണിച്ച് 13ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ റോമയിൽ ദൈവശാസ്ത്ര വിവാദ മണ്ഡലത്തിൽ നിയമിച്ചു. പിന്നീട് അദ്ദേഹം അവിടെ റക്ടറായി. റോമൻ കോളേജിൽ താമസിച്ച 11 കൊല്ലങ്ങൾക്കിടയ്ക്കാണ് അദ്ദേഹം തർക്കങ്ങൾ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹം എഴുതിയ വേദോപദേശം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നും ഇറ്റലിയിൽ പാഠപുസ്തകമായി ഉപയോഗിക്കുന്നു. 1599 അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. പ്രസ്തുത സന്ദർഭത്തിൽ 8ാം ക്ലെമന്റ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന് തുല്യനായി വേറൊരു ദൈവശാസ്ത്രജ്ഞൻ ഇല്ലെന്നാണ്. അതേ മാർപ്പാപ്പ അദ്ദേഹത്തെ കാപ്പുവായിലെ ആർച്ച് ബിഷപ്പായി അഭിഷേകം ചെയ്തു. കർദിനാൾ ബെല്ലാർമിൻ തന്റെ തപോ ജീവിതം റോമായിൽ തുടർന്നു. ദരിദ്രരെ സഹായിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കാണിച്ചു. അവസാന കാലത്ത് അദ്ദേഹം വത്തിക്കാൻ വായനശാലയുടെ ലൈബ്രറിയനും മാർപ്പാപ്പയുടെ ഉപദേഷ്ടാവുമായി. മരണകല എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വിശദമാക്കുന്നത് പോലെ അദ്ദേഹം സദാ മരിക്കാൻ തയ്യാറായിരുന്നു. 80ാമത്തെ വയസ്സിൽ വിശുദ്ധിയുടെ പ്രസരണത്തോടെ കർത്താവിൽ അദ്ദേഹം നിദ്ര പ്രാപിച്ചു. 1930 ബെല്ലാർമിനെ വിശുദ്ധനെന്നും പിറ്റേ വർഷം വേദപാരംഗതനെന്നും 11ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.